ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, പ്രത്യേകിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വരാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകലിൽ ഒരല്പസമയം നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് നമ്മെ അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിന് വലിയ ശക്തിയുണ്ട്, നമുക്കറിയാം. ദൈവവചനമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ബലവത്തായ, ശക്തിയേറിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. കാരണം ഒത്തിരിയേറെ ആൾക്കാർ, ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചില ആൾക്കാരുടെ വിമർശനങ്ങൾ കേട്ടു, ഈ ആൾദൈവങ്ങൾ എന്നും പറഞ്ഞ്. അപ്പൊ അതില് ഒരാള് ഏകദേശം ഒരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300-ലധികം നമ്മുടെ ആൾദൈവങ്ങളെ ആയിട്ട് ഇന്റർവ്യൂ നടത്തി. പുള്ളി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് യൂട്യൂബില്. അപ്പൊ അദ്ദേഹം നമ്മുടെ 24-ന്റെ